ഹായ്, അനീഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ വലിയ ചതിയാണ്, കൊടും ചതിയാണ്. കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഷാനവാസിനെ എങ്ങനെയാണോ അനീഷ് ചതിച്ചത്, ഒരുപക്ഷെ അതിനേക്കാളും വലിയ രീതിയിലാണ് ഇപ്പോൾ അനുമോളെ അനീഷ് ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് എന്ന വ്യക്തി അനീഷുമായിട്ട് കൂട്ടുകൂടുന്നു. അനീഷ് ഷാനവാസിനെ അവിടെ കൃത്യമായി ഉപയോഗിക്കുന്നു. അതായത് താൻ ഫ്രണ്ട്ഷിപ്പിൽ റിയലാണ്, ജെനുവിനാണ് എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഷാനവാസിനൊപ്പം തന്നെ നിൽക്കുന്നു. എന്നിട്ട് ഒരു ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ അവിടെ ഷാനവാസ് തന്നെ ചതിച്ചു. ഷാനവാസ് ചതിയനാണ്, ഞാൻ എത്രമാത്രം ഷാനവാസിനെ സ്നേഹിച്ചു, എന്നിട്ടും ഷാനവാസ് എന്നെ ചതിച്ചു എന്നാക്കി തീർത്തു. ക്യാമറയ്ക്ക് മുന്നിൽ പോയി പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്തു ഷാനവാസ് ചതിയനാണ് എന്നുള്ള രീതിയിൽ. നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് പല ആൾക്കാർക്കും അത് മനസ്സിലായിട്ടില്ല. തീർച്ചയായും ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടുള്ള നമ്മൾക്ക് കൃത്യമായി അറിയാം. അതായത് ഞാൻ ആദ്യ സീസൺ മുതൽ ഈ ബിഗ് ബോസ് കാണുന്നതാണ്. പല ആൾക്കാരുടെയും സ്ട്രാറ്റജി എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾക്കറിയാം. അനീഷ് ചെയ്ത ആ സമയത്ത് തന്നെ എനിക്ക് വ്യക്തമായിരുന്നു, അനീഷ് ഇപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷാനവാസിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുകയാണ്, ഷാനവാസ് ചതിയനാണ് എന്ന് ആക്കി തീർക്കുകയാണ് എന്നുള്ളൊരു കാര്യം. ഇവിടെ അനീഷ് ഫ്രണ്ട്ഷിപ്പിൽ ജെന്യുവിനായിരുന്നു എന്ന് കാണിക്കുകയും ചെയ്തു, തന്നെ ഷാനവാസ് ചതിച്ചു എന്നാക്കി തീർക്കുകയും ചെയ്തു. ഇത് പുറത്ത് അനീഷിന്റെ PR ആഘോഷമാക്കി. ആ സമയത്ത് ഞാൻ പല വീഡിയോസും ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു. പലർക്കും അത് മനസ്സിലായില്ല. ഇപ്പോ അനുമോളോട് ചെയ്തിരിക്കുന്ന കാര്യവും അതേപോലെ തന്നെയാണ്. അനുമോൾ ഒറ്റപ്പെട്ട സമയത്ത് അനീഷ് കൃത്യമായി അനുമോളോടൊപ്പം ചേരുന്നു. അനുമോൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതായത് അനുമോളോട് താൻ അത്രമാത്രം റിയലായിരുന്നു, താൻ അനുമോളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും അനുമോളോടൊപ്പം നിൽക്കുന്നു, അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും അനീഷ് ജെന്യുവിനാണ്, അനുമോൾക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത്. അനുമോൾ ഫാൻസിന് പോലും അനീഷിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. കമന്റ് ബോക്സിലും അനുമോൾ ലവ്, അനീഷ് ലവ്, അനീഷ് ഇഷ്ടം, അങ്ങനെയൊക്കെയാണ് കമന്റുകൾ വന്നിരുന്നത്. അതായത് ഇവർ രണ്ടുപേരെയും അവർക്ക് ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ. ഇവിടെ ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇവിടെ അനീഷ് കൃത്യമായി കരുതി വെച്ച ആ ചതി അത് പ്രയോഗിക്കുന്നു. അനീഷിന് കൃത്യമായിട്ട് അറിയാം അനുമോൾ തന്നെ പ്രണയിക്കില്ല, വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു കാര്യം അനീഷിന് കൃത്യമായിട്ട് അറിയാം. അനീഷിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമോളോട് പ്രണയാഭ്യർത്ഥന നടത്തുക. അനുമോള് അത് നിരസിക്കും. അതിലൂടെ താൻ ചതിക്കപ്പെട്ടു, തന്നെ വഞ്ചിച്ചു അനുമോൾ എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുക. ഒരു സെന്റി ട്രാക്ക് വർക്ക് ചെയ്ത് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അനീഷ് ഉദ്ദേശിച്ചത്. അനീഷിന്റെ ഇഷ്ടം റിയൽ ആയിരുന്നു എങ്കിൽ അനീഷ് ഒരിക്കലും ഇപ്പോൾ ആ ഇഷ്ടം തുറന്നു പറയില്ല. അതായത് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അനീഷ് ഇഷ്ടം തുറന്നു പറയില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞ് പുറത്തു പോയിട്ട് പറയാലോ. അത് മാത്രമല്ല, അനീഷ് ഇഷ്ടം കൂടിയതുകൊണ്ട് തുറന്നു പറഞ്ഞതാണ് എന്ന് വിചാരിക്കുക. അനീഷ് പറയുന്നു നമ്മൾക്ക് കല്യാണം കഴിച്ചാലോ എന്ന്. അനുമോൾ പറയുന്നു എനിക്കിപ്പോൾ പറ്റില്ല, ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അതായത് ഫാമിലിയുടെ കാര്യങ്ങൾ മൊത്തം അനുമോൾ പറയുന്നു. ആ സമയത്ത് തന്നെ അനീഷ് എഴുന്നേറ്റ് പോകുന്നു. അതെന്തുകൊണ്ടാണ്? അനുമോൾ ഒരു പക്ഷേ ഇനിയും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തനിക്ക് താൻ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അനീഷിനറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ പറയുന്നത് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അനീഷ് എഴുന്നേറ്റ് പോയത്. പിന്നീട് അനീഷ് ഒരക്ഷരം പോലും അനുമോളോട് സംസാരിച്ചിട്ടില്ല. ദേഷ്യത്തോടെ അങ്ങനെ നടക്കുകയാണ്. അതായത് അനീഷിന് അനുമോളോട് ഒരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം റിജക്റ്റ് ചെയ്തപ്പോൾ ഇത്രയ്ക്ക് ദേഷ്യം വരുമോ? റിയലായിട്ട് സ്നേഹമുള്ള ഒരാൾ അങ്ങനെയാണോ ചെയ്യുക? ഇവിടെ അനീഷിന്റെ ഉദ്ദേശം വ്യക്തമാണ്. അനുമോളോടൊപ്പം ഞാൻ കട്ടയ്ക്ക് കൂടെ നിന്നു, അനുമോളെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ട് അനുമോൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തു, പക്ഷെ അനുമോൾ എന്നെ തേച്ചു എന്നാക്കി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. കൃത്യമായിട്ടുള്ള അനീഷിന്റെ പ്ലാൻ അത് തന്നെയാണ്. കൃത്യമായി അനീഷ് പ്ലാൻ ചെയ്തു അനുമോളെ നെഗറ്റീവ് ആക്കാൻ. അവസാന ആഴ്ചയിലെ വോട്ടിംഗ് ആണ് വിജയിയെ തീരുമാനിക്കുന്നത് എന്ന് അനീഷിന് കൃത്യമായി അറിയാം. അവസാന ആഴ്ചയിൽ എത്തുമ്പോഴേക്കും അനുമോളെ നെഗറ്റീവ് ആക്കാൻ കൃത്യമായി അനീഷ് ഉപയോഗിക്കുന്നു. അതാണ് ഇപ്പോൾ അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനീഷ് കൃത്യമായി ഓരോ വ്യക്തികളെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ഷാനവാസിനെ ചതിച്ചു, താൻ റിയലാണ്, അതായത് അനീഷ് റിയലാണ് ഫ്രണ്ട്ഷിപ്പിൽ, ഷാനവാസ് ആണ് ചതിയൻ എന്നാക്കി തീർത്തു. ഇപ്പോൾ അനുമോളുടെ കാര്യത്തിലും അതേ അവസ്ഥ തന്നെയാണ്. അനുമോളുടെ മുന്നിൽ പ്രണയാഭ്യർത്ഥന നടത്തി, താൻ പരാജയപ്പെട്ടു, അനുമോൾ തന്നെ തേച്ചു എന്നാക്കി തീർക്കാൻ. താനൊരു പാവമാണ്, താൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രേക്ഷകരെ കാണിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇത് അനീഷിന്റെ പക്ക കള്ളത്തരമാണ്, വൃത്തികെട്ട ഗെയിമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.